ലോകത്തിലെ ഒരു രാഷ്ട്രത്തിന്റെ നേതാവും ഇടപെട്ടില്ല എന്നുള്ള ഈ പടപ്പിലെ വെടിയല്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യത്തിൽ പറയുന്നത് നുണയാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റ് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹതപിക്കുകയല്ലാതെ എന്താണ് ചെയ്യുക? അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണോ ഭാരതം പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നടപടി നിർത്തിവെച്ചത് എന്നായിരുന്നു ഇവരുടെ നിരന്തരമായിട്ടുള്ള ചോദ്യം. പാർലമെന്റിലും കഴിഞ്ഞ ദിവസം ആ കാര്യം ഉന്നയിച്ചു. ലോകത്തിലെ ഒരു നേതാവും പറഞ്ഞിട്ടല്ല ഭാരതം പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നടപടി നിർത്തിവെച്ചത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ വ്യക്തമാക്കി. ആ പദ്ധതിയും പൊളിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റൊണാൾഡ് ട്രംപ് പറഞ്ഞത്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കള്ളമെന്ന് എടുത്തു പറയണം, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയണമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി സേനാപതി വേണുവിൻ്റെ ആവശ്യം. എന്ന് വെച്ചാൽ ലോകത്തിലെ സൈനിക സാമ്പത്തിക ശക്തിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ, അതായത് റൊണാൾഡ് ട്രംപിനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കണം, അദ്ദേഹത്തെ കള്ളൻ എന്ന് പറയണം. ട്രംപിൻ്റെ സ്വഭാവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പേര് കിട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണ്. ഇന്ത്യയോടും പാകിസ്ഥാനോടും സംസാരിച്ചാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കാൻ താനാണ് ഇടപെട്ടത് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതങ്ങനെയല്ല എന്ന് നേരത്തെ തന്നെ ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തിൻ്റെയും ഒരു ബാഹ്യശക്തിയുടെയും ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് അസന്നിഗ്ധമായി അന്നേ ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് എന്നെ കേൾക്കണമെന്ന ശാഠ്യമായിരുന്നു കോൺഗ്രസിൻ്റെ. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ശ്രീ നരേന്ദ്രമോദി ഒരു ലോക നേതാവും തങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ആ പദ്ധതിയും പൊളിഞ്ഞപ്പോൾ തങ്ങളുടെ ആവശ്യം അതല്ല, അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് കള്ളം പറഞ്ഞു, അദ്ദേഹം കള്ളനാണെന്ന് ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയുണ്ട്? ലോകത്തിലെ 1-ാം നമ്പർ സൈനിക സാമ്പത്തിക ശക്തിയായ അമേരിക്കൻ പ്രസിഡന്റ് കള്ളനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് നാണം കെടുത്തണം. ഒരു കാര്യം ഓർക്കണം, പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ ആക്രമണത്തിന് മുതിരുന്നു എന്ന കാര്യം ആദ്യം ഭാരതത്തെ അറിയിച്ചത് അമേരിക്കയാണ്. അത് പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ അമേരിക്ക തീർച്ചയായും ഭാരതത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കും എന്ന് ഉത്തമ ബോധ്യമുള്ളതിനാലാണ് ചൈന പോലും ഭാരതത്തിനെതിരെ പ്രത്യക്ഷത്തിലൊരു പ്രകോപനത്തിന് മുതിരാതിരിക്കുന്നതെന്ന് ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള സൂപ്പർ പവറായ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉറ്റ സുഹൃത്തായ മോദിയെ കൊണ്ട് തന്നെ കള്ളൻ എന്ന് വിളിപ്പിക്കണം. ശേഷം അമേരിക്കയെ ശത്രുപക്ഷത്ത് നിർത്തുക. ഇതാണ് കോൺഗ്രസിന്റെ കാഞ്ഞ ബുദ്ധി. ഇക്കാര്യം തന്നെയാണ് സേനാപതി ഇവിടെ ആവശ്യപ്പെട്ടത്. കളി അറിയാവുന്നവന്റെ കയ്യിൽ പന്ത് കിട്ടിയാൽ ലക്ഷ്യം നോക്കാതെ അവൻ അടിച്ച് പറപ്പിക്കാറില്ല എന്ന് കോൺഗ്രസ് പ്രതിനിധി ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി നിർത്തിവെച്ചതിൽ അപലപിച്ച രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ പിന്നെ നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സേനാപതി മറക്കരുത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ വീരോചിതമായ സൈനിക നടപടി വിവരിക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ വക്താവ്, സൂപ്പർ വക്താവായ ശ്രീ ശശി തരൂർ പോലും കൈയടിച്ചു എന്നുള്ള കാര്യം ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു കൂടിയാലോചന പോലുമില്ലാതെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒപ്പുവെച്ച സിന്ധു നദീജല കരാറും ഷിംല കരാറുമൊക്കെ എടുത്തു പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ അമിത്ഷായും നരേന്ദ്രമോദിയും കടന്നാക്രമിച്ചു. UP സർക്കാരിൻ്റെ കാലത്തുണ്ടായ വിദേശ നയത്തിലുള്ള അപാകതകൾ എടുത്തു പറയിപ്പിച്ച് തൻ്റെ മുൻഗാമികളെ നാണം കെടുത്തിയിട്ടേ രാഹുൽ ഗാന്ധി പിന്മാറിയുള്ളൂ. ഇങ്ങനെയും ഗതികെട്ട ഒരു പാർട്ടി ലോകത്തുണ്ടോ എന്ന് പോലും സംശയം. ഉത്തരത്തിലിരുന്നത് കിട്ടിയുമില്ല, കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്തു എന്ന അവസ്ഥയിലായിപ്പോയി കോൺഗ്രസ്. നിർബന്ധിച്ച് പാർലമെന്റ് വിളിച്ചുകൂട്ടി സ്വന്തം കുടുംബത്തെ വരെ പറയിപ്പിച്ച രാഹുൽ ഗാന്ധിക്കിരിക്കട്ടെ ഒരു പൊൻതൂവൽ. ദുഷിച്ച രാഷ്ട്രീയ ലാക്കോടുകൂടി ഇന്ത്യയുടെ വിജയത്തെക്കാളേറെ ഇന്ത്യയുടെ പരാജയം ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ട്രംപിനെ കള്ളനെന്ന് നരേന്ദ്രമോദി വിളിക്കണമെന്ന ശ്രീ സേനാപതി വേണുവിൻ്റെ പരാമർശത്തിൽ BJPയുടെ പ്രതിനിധി TP സിന്ധുമോൾ പറഞ്ഞ മാസ് മറുപടി കൂടി ഒന്ന് കേട്ടു നോക്കാം. ഒരു നേതാക്കന്മാരും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ചോദിക്കുകയാണ്, ട്രംപ് പറഞ്ഞില്ലേ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് ഇവിടെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ട്രംപിന്റെ പേര് പരാമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലവും നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം. ശ്രീ സേനാപതി വേണു, ഇവിടെ നിങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ ചാണക്യന്മാരെയാ. അതെ,
മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസ്സുകാരാ, ഈ അവസരത്തിൽ ഇത്രയുമേ പറയാനുള്ളൂ.